ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. അതിൽ ഒരു ചെറിയൊരു ട്രേഡ് എഫ്ൻ്റെ ഒരു ട്രേഡ് എടുത്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഞാൻ വേറൊരു സ്റ്റോക്കിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. ഞാനിവിടെ കാർഡ് കൊടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ഫീച്ചർ സെറോദ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. സെറോദയിൽ മിക്കവരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം സെറോദ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സെറോദ. ഞാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയൊരു ഫീച്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് പുതിയ ഫീച്ചർ അല്ല, പക്ഷെ അത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ നല്ല ഒരു മോഡിഫിക്കേഷൻ വരുത്തിയ ഫീച്ചറാണത്. ഞാനത് എന്തെന്ന് കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിങ്ങും ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് എല്ലാവർക്കും അറിയാം. ഇതാണ് സെറോദയുടെ പ്ലാറ്റ്ഫോം. സെറോദ കൈറ്റ് വെബ് എന്നാണ് ഇതിന്റെ പേര്. കാരണം ഞാനത് ലാപ്ടോപ്പിലാണ് ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് 1 2 3 4 അങ്ങനെ കുറെ വാച്ച് ലിസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് സ്റ്റോക്സ് ഞാൻ ആഡ് ചെയ്തിട്ടിട്ട്, അപ്പം ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ബൈ സെൽ, പിന്നെ ഇതിനകത്ത് മാർക്കറ്റ് ഡെപ്ത്, ബൈയിങ് സെല്ലിങ് നടക്കുന്ന മാർക്കറ്റ് ഡെപ്ത് കാണാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ ഇത് ചാർട്ട് ഓപ്പൺ ചെയ്യുന്നത് ഓപ്ഷനാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ സ്റ്റോക്കിന്റെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ, പുതിയതല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷനാണ് ടെക്നിക്കൽസ്. ഈ ടെക്നിക്കൽസിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോ കണക്ക് തന്നെ തുറന്നിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എന്തെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് ഉണ്ട്. 1 hour, 30 minutes, 15 minutes. ഇൻട്രാഡേ ട്രേഡിംഗ് എടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണത്. ഞാൻ പക്ഷേ ഇൻട്രാഡേ ട്രേഡിംഗ് യൂസിനെക്കാട്ടിലും സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡേ സെലക്ട് ചെയ്യുക. അപ്പം ഡേ ക്യാൻഡിലാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് സ്റ്റോക്കിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളൊരു സമ്മറി കാണാം. ബേറിഷ് ആണ്. കൂടുതൽ പോയിന്റ്സും ബേറിഷിനാണ് കിട്ടിയിരിക്കുന്നത്. 19 പോയിന്റ്, അതായത് ടാറ്റ മോട്ടോഴ്സ് 19 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ബേറിഷ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ അടുത്ത നെക്സ്റ്റ് സപ്പോർട്ട് ഏതാണ്? സപ്പോർട്ട് 1. ഇപ്പം സപ്പോർട്ട് 1ന് ബ്രീച്ച് ചെയ്തിരിക്കുകയാണ്. സപ്പോർട്ട് 1ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ സപ്പോർട്ട് 1ൽ 914 പക്ഷേ ഇപ്പൊ കറന്റ്ലി ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത് 933. സോ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് 914. സപ്പോസ് 914 സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് 853. നമ്മൾ ചാർട്ടിൽ പോയിട്ട് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ക്രോസ് ഓവേഴ്സ് 5 and 20 SMA ക്രോസ് ഓവർ, അതായത് 20 SMA 5 SMA ക്രോസ് ഓവർ ചെയ്തു. അതിന് ബേറിഷ് മൊമെന്റ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ഒരു ബേറിഷ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ അവർ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ചാർട്ടിന്റെ എന്താണ് ഇപ്പോഴത്തെ ചാർട്ടിന്റെ അവസ്ഥയെന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ ലാസ്റ്റ് ക്യാൻഡിലാണ് ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ. അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇന്ന് 4th October ആണ്. പക്ഷേ ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടില്ല. ബട്ട് 3rd Octoberന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ബേറിഷ് ഒരു ഫോർമേഷൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ കാണിക്കുന്നത്. ബേറിഷ് MACD ക്രോസ് ഓവർ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ ടെക്നിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു ഒരു മൊമെന്റ് ആണ്, ഒരു സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മളിപ്പോൾ മാർക്കറ്റ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ്സിന്റെ ഹീറ്റ് മാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക്. അതിനകത്ത് 1.95% ഫോൾ ആണെന്ന്. അപ്പം ഓവറോൾ ഹീറ്റ് മാപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ സ്കാനേഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്കാനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ പോകേണ്ട കാര്യമില്ല. വേറൊരു ആപ്ലിക്കേഷൻ മീൻസ് സ്ക്രീനറോ ടിക്കർ ടേപ്പോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഇവിടെ സ്ക്രീനേഴ്സ് ഫ്രീലി അവൈലബിൾ ആണ്. സ്ട്രീക്ക് സെറോദയ്ക്ക് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ആണ്. അപ്പം ഈ നമ്മൾ
പോസിബിൾ അപ് ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്സ് ഇതേ വന്നു. ഇത് ഈ സ്ക്രീൻ വെച്ച് സ്ക്രീനറിൽ ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ആണ്. ഇത് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് പോയി വാങ്ങാൻ പാടില്ല. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുക്കുക, നമ്മുടേതായ അനലൈസ് നടത്തുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതേമാതിരി ഇവിടെ സ്ട്രാറ്റജീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ RSI റിവേഴ്സൽ, ബുള്ളിഷ് ട്രെൻഡ് മൊമെന്റം, അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബൈ ആൻഡ് സെല്ലും ചെയ്യാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ സ്ട്രീക്കിന്റെ ടെക്നിക്കൽസ്. നമ്മുടെ കൈറ്റ് വെബിനകത്താണ് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. ഇത് കൈറ്റ് മൊബൈലിൽ ഇനി ഫ്യൂച്ചറിൽ വരത്തേ ഉള്ളൂ. ഇപ്പം കൈറ്റ് വെബിൽ മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്കിവിടെ നടത്താൻ സാധിക്കുന്നത്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പം ഇത് നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതേമാതിരത്തെ കുറേ വീഡിയോസ് ഞാൻ ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ഗൈസ്.